ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ പാൽപുട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പാക്കറ്റിലുള്ള പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തതിന് ശേഷം 2 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പുട്ടുപൊടി ഒന്ന് നനച്ചെടുക്കണം. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് നമ്മളിതൊന്ന് നനച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വേണം ഒന്ന് നനച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ നനവ് കൂടിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ പാക്കറ്റിലുള്ള പുട്ടുപൊടി എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് അനുസരിച്ചിട്ടാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കറക്റ്റായിട്ടുള്ള ഒരു അളവായിരിക്കും. അത് ഞാൻ മൊത്തത്തിൽ ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. 10 മിനിറ്റ് നമ്മൾ കുതിർത്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുട്ടുപൊടി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റായിട്ടുള്ളൊരു നനവിൽ കിട്ടിക്കോളും. നമ്മളിനി വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു നനവിൽ കിട്ടിയെന്ന് വരില്ല. കുറച്ചൊന്ന് കട്ടയായിട്ടുള്ള രീതിക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ വേണം ഒന്ന് ഒഴിച്ച് നനച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ ഏത് പാക്കറ്റാണോ വാങ്ങിക്കുന്നത് ആ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ അളവൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പുട്ടുപൊടി കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് ആക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിലൊന്ന് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാരറ്റാണ്. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. അപ്പം ഞാൻ 1 കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവിൽ പാൽപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു പരുവത്തിൽ തന്നെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ പുട്ട് വേവിച്ചെടുക്കുന്ന പോലെ തന്നെ ആദ്യം പുട്ടുകുറ്റിയിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പകുതിയോളം വരത്തക്ക രീതിയിൽ നമുക്ക് പുട്ടുപൊടി ഒന്ന് നിറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും 1 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ബാക്കി പകുതി കൂടെ പുട്ടുപൊടി വെച്ചൊന്ന് നിറച്ചതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് 1 സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ആവി വരുന്നവരേക്കും ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ പുട്ടിന് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആവി വന്നതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൽ നിന്ന് പുട്ടെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാൽപുട്ടൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.